Welcome to dakzone vlog. ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. സോണിയുടെ ZV1 ക്യാമറയൊക്കെ ഒരു ക്യാമറ കേജും അതേപോലെ തന്നെ അതിമ പിടിപ്പിക്കാൻ എക്സ്റ്റേണൽ അക്സസറി പിടിപ്പിക്കാനുള്ളൊരു സാധനം വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓൺലൈനിൽ എനിക്കതിനൊരു അവസരം കിട്ടി. സ്മാൾ റിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കേജ്, അതിൻ്റെ ZV1 എന്നാണ് അതിൻ്റെ. സോണി ZV1 ആണ്. നമ്മളൊക്കെ പഴയ ആൾക്കാരൊക്കെ പറയും. ഇപ്പോൾ പുതിയ ജനറേഷനൊക്കെ ZV1 ആണ്. സോണി ZV1ൻ്റെ ക്യാമറ കേജാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചത് ടെനോട്ടിസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടഡ് സൈറ്റിൽ നിന്നാണ്. അതായത് ഇവിടെ അല്ലാതെ USA നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 7,000 റുപ്പീസാണ്. 7,000 റുപ്പീസ് കുറച്ച് കുറവുണ്ട്, 10 രൂപ കുറവുണ്ട്. 6,990 സംതിങ് 7,000 റുപ്പീസാണ്. പക്ഷേ ഇത് ഇമ്പോർട്ടറാണ്. നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ എനിക്കത് സംശയം ഉണ്ടായിരുന്നു, ഇത് പൈസ പോവില്ലേ എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ വേറൊരു എൽ ഷേപ്പ് മൗണ്ട് ആമസോണിലുണ്ടായിരുന്നു. അതും ഏകദേശം ഇതേ റേറ്റാണ്. ഇതേ റേറ്റ് 7,000 റുപ്പീസ് തന്നെയാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയൊന്നും ഒക്കെ ഉള്ളത് ഇതാണ്. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. പക്ഷേ ഓൺലൈൻ സൈറ്റ് വാങ്ങുമ്പോൾ നമുക്ക് പൈസ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ അപ്പോൾ ഞാൻ അവരെ ഇമെയിലുമായിട്ട് കോൺടാക്ട് ചെയ്തു. അവരെ ഇവിടുത്തെ അഡ്രസ്സുകളും കാര്യങ്ങളും അവരെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്ക് വിശ്വാസമായി. അങ്ങനെ ഞാൻ ഇത് പിന്നെ ഞാൻ തുടരെ അവരെ കോൺടാക്ട് ചെയ്തിരുന്നു, എപ്പോഴാണ്. പക്ഷേ അവർ ഇമെയിലായിട്ട് എന്നെ ബന്ധപ്പെട്ടു. അങ്ങനെ 2 ആഴ്ച കൊണ്ട് ഓരോ ഷിപ്മെൻറ്റ് അമേരിക്കയിൽ നിന്ന് പോകുന്ന ഓരോ സ്ഥലങ്ങളിലും ഇത് എത്തുന്ന ഓരോ സ്ഥലങ്ങളിലും അതങ്ങനെ ചൈനയിൽ ഹോങ്കോങ്ങിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് ഇവിടെ എത്തുന്ന ഓരോ ഇതിലും അത് നമുക്ക് ഇങ്ങനെ ട്രാക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ നല്ല സൈറ്റാണിത്. ഇതിന് വിശ്വസിച്ച് വാങ്ങാം, ആരും പേടിക്കേണ്ട. ടെനോട്ടിസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തും ഓൺലൈനായിട്ട് വാങ്ങിക്കാം എന്ന് എനിക്ക് മനസ്സിലായി. അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ മെയിൽ അയച്ച് കോൺടാക്ട് ചെയ്ത് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ പൈസ നഷ്ടപ്പെടും. വെറുതെ പോയി വാങ്ങിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മൈക്രോഫോൺ, റോഡിൻ്റെ മൈക്രോഫോൺ ഞാൻ വേറെയുള്ള ഇതിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ വാങ്ങിക്കാൻ പേടിയായിരുന്നു. അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചു. പക്ഷേ വലിയ അധികം റേറ്റൊന്നും വന്നില്ല. ആമസോണിലാണെങ്കിൽ ഭയങ്കര റേറ്റും 10,000 റുപ്പീസിന് കൊടുക്കണം. അതിൻ്റെ പകുതിക്ക് മറ്റുള്ള സൈറ്റിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമുക്ക് അൺബോക്സിങ് വീഡിയോ നമുക്ക് ചെയ്യുന്നത്. ഈ അൺബോക്സിങ് വീഡിയോ നമുക്ക് ഒന്ന് കണ്ടോ. ഇതാണോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്ന് കാണാം. ഞാൻ ആദ്യമായിട്ടാണ് തുറക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ സൈറ്റ് പോകുമ്പോൾ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. എനിക്ക് ഒരു വർഷം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10,000 5,000 ഒന്നും നമുക്ക് കോടതി കയറി ഇറങ്ങാൻ കഴിയില്ല. കോടതി പോയാൽ കിട്ടും. പോലീസുകാരും സഹായിക്കാൻ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും. കോടതി കയറി ഇറങ്ങാനും നമുക്ക് അത് മാത്രമല്ല ജോലി, വക്കീലന്മാരെ കൊടുക്കേണ്ടി വരും. അപ്പോൾ സൈറ്റിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കാം. ഇത് ഞാൻ സ്മാർട്ട് ലാവ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, ഓഡിയോ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഫാൻ ഇട്ടിട്ടുണ്ട്. സ്മാർട്ട് ലാവ മൈക്രോ പാക്കിംഗ് കേജൊക്കെ ഭയങ്കര വലിയ പാക്കിംഗ് ഇതൊക്കെയാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ല പാക്കിംഗ്. ഇതാണ് സ്മാൾ റിംഗ് എന്ന് പറയുന്ന കമ്പനി. ഇത്രയേ സാധനമുള്ളൂ, ഈ വലിപ്പമുള്ള സാധനം. സ്മാൾ റിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. സ്മാൾ റിംഗ് ക്യാമറ ഫോർ ZV1 ക്യാമറ, സോണി ZV1 ക്യാമറയുടെ ഒരു കേസാണ്. ടോട്ടൽ 6,900 ആണ്, ഇൻക്ലൂഡിങ് ഇമ്പോർട്ടഡ് ടാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതായത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ശരിക്കും 5,000 ഉള്ളൂ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 5,500 ഉള്ളൂ. ഏകദേശം 1,000 എബവ് 1,000 ഇതിൻ്റെ ടാക്സാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 6,000 ഉള്ളൂ. പിന്നെ ടാക്സും കാര്യങ്ങളൊക്കെയാണ്. 6,000 ഇല്ല, മോർ ദാൻ 1,000 ഇതിൻ്റെ ടാക്സാണ്. നമുക്കത് അൺബോക്സ് ചെയ്യാം. അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെനോട്ടിസിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം.
അപ്പോൾ അതിൻ്റെ ക്യാമറയുടെ ഒരു റിങ്ങാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് മോൾഡിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ഇതാണ്. സ്മാൾ റിങ്ങിൻ്റെ കമ്പനിയുടെ ഇത് അതിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ പോലത്തെ അത് മുറുക്കുന്ന സാധനം. ഇതാണ് ഇതിൻ്റെ സ്മാൾ റിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനിപ്പോൾ ക്യാമറ ഇത് ഇടാനിപ്പോൾ ഞാൻ ഈ ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇട്ടിട്ട് ഞാൻ ഇതിട്ടിട്ട് നിങ്ങൾക്ക് കണ്ണാടിയിലൂടെ ഈ ഫിറ്റ്നസ് ക്ലബിൻ്റെ കണ്ണാടിയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സ്മാൾ റിങ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് മൗണ്ട് ഇവിടെ അഡാപ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാമറയുടെ ബാറ്ററിയൊക്കെ നമുക്ക് യാതൊരുവിധ നമ്മളെ മൗണ്ട് അഴിക്കാതെ തന്നെ ഗിംബൽ അഴിക്കാതെ തന്നെ നമുക്കത് റിമൂവ് ചെയ്യാൻ കഴിയും. മെമ്മറി കാർഡും ക്യാമറയുടെ മൗണ്ടൊക്കെ റിമൂവ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈക്ക നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കൊടുക്കണം. ശരിക്കും എക്സ്റ്റേണൽ മൈക്ക് കൊടുത്താലേ ഇതിൻ്റെ സൗണ്ട് ശരിക്കും ക്ലാരിറ്റി ഉള്ളൂ. ഇതിൻ്റെ മൈക്ക നല്ല തന്നെയാണ്, പക്ഷേ അതിനേക്കാളും എക്സ്റ്റേണൽ മൈക്ക് കൊടുക്കാതെ റോഡിൻ്റെ എക്സ്റ്റേണൽ മൈക്ക് കൊടുക്കാതെ സൗണ്ട് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റോഡിൻ്റെ അതിൻ്റെ അഡാപ്റ്റർ വയറ് കൊടുക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരും. ഇവിടെ ആകുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് മൈക്ക് വെച്ച് ഇവിടെ തന്നെ അതിൻ്റെ അഡാപ്റ്റർ ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ തന്നെ ക്യാമറയുടെ ക്രോസ് ചെയ്യാതെ തന്നെ നമുക്ക് പിൻ ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കൊന്ന് ഇട്ട് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ ഒന്ന് കാണിക്കാം. ഇതാണ് ക്യാമറ കേജ്. ക്യാമറ കേജിൻ്റെ ഞാനിപ്പോൾ ക്യാമറയിൽ ഫിറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ അതെടുക്കുന്നത്. അപ്പോൾ നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് മൈക്ക ഈ സൈഡിൽ തന്നെ നമുക്ക് മൈക്ക ഫിറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇവിടെയാണ് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നത്. മറ്റേന്താ വെച്ചാൽ ഇവിടെയാണ് മൗണ്ട്, ഈ ഓപ്പോസിറ്റാണ് മൗണ്ട്. ഇവിടുന്ന് വേറെ ഇങ്ങോട്ട് കണക്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഇവിടെ തന്നെ മൈക്ക ഉപയോഗിച്ച് വലിയ മൈക്ക ഉപയോഗിച്ച് ഇവിടെ തന്നെ നമുക്ക് പിന്നെ കുറച്ച് കംഫർട്ട് ഫീൽ തോന്നും. ഇതുകൊണ്ട് വ്ലോഗ് ചെയ്യുമ്പോൾ കുറച്ച് കംഫർട്ട് പോകുന്നതാണ് ക്യാമറ സ്മാൾ റിംഗ് എന്ന് പറയുന്ന ക്യാമറ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാനത് ഉടനെ തന്നെ ഉടനായിരിക്കും ബ്ലോഗ്. നിങ്ങൾ മെസ്സേജൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഈ ക്യാമറ ഇതിനെക്കുറിച്ച് എങ്ങനെ കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് ഇവിടെ ഇപ്പോൾ അവൈലബിൾ അല്ല, ഇവിടുത്തെ ഒരു സൈറ്റിലും ഇത് അവൈലബിൾ അല്ല. ഇത് ഇമ്പോർട്ട് ചെയ്യണം, അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. കുറച്ച് കംഫർട്ടബിളായി തോന്നുന്നത് കണ്ടോ. അടിയിലും ക്യാമറയ്ക്ക് തന്നെ ഒരു ചെറിയൊരു ലുക്ക് വന്ന മാതിരി തോന്നുന്നു. ഞാനിപ്പോൾ ആ ക്യാമറ കേജ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ക്യാമറയ്ക്ക് തന്നെ ഒരു ചെറിയ ലുക്കോ ഭംഗിയുണ്ട്. പിന്നെ കുറച്ച് വീണാലും ഇതൊക്കെ കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ സെൽഫി ഈ വ്ലോഗ് എടുക്കുന്നത് ഞാൻ റോഡിൻ്റെ സ്മാർട്ട് ലിവ പ്ലസ് മൈക്രോഫോൺ ഉപയോഗിച്ചാണ്. ക്ലോറിനാണ് ഞാൻ അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ വീഡിയോ ഒന്ന് കാണാം. എല്ലാവരും ഡാക്സോൺ ബ്ലോഗ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. സോണി ZV1 ക്യാമറയുടെ കേജ് സ്മാൾ റിംഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കേജ് എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കുന്നത്. ഇമ്പോർട്ട് ചെയ്തതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കുന്നത്. എല്ലാവരും ഡാക്സോൺ ബ്ലോഗ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നതിന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.